Rome is a city alive with history and beauty. റോമിൻ്റെ ഏത് കോർണർ പോയി നോക്കിയാലും ഭയങ്കര റിച്ചാണ്. ഓരോ സ്ട്രീറ്റ്സിനും ഓരോ ഭക്ഷണത്തിന് പോലും പറയാനൊരു കഥയുണ്ടാവും. ബട്ട് ഫോർ മീ ദിസ് ജേർണി വാസ് നെവർ ജസ്റ്റ് അബൌട്ട് റോം. 2020 എൻ്റെ പേരൻസ് അസീസിയിൽ പോയപ്പോൾ കാർലോ അക്യൂട്ടസിൻ്റെ ടൂമ്പിൽ പ്രാർത്ഥിക്കുകയുണ്ടായി. അന്ന് അവർ നേർന്ന നേർച്ച ഇതായിരുന്നു: ഞാൻ എൻ്റെ പഠനം കംപ്ലീറ്റ്ലി നന്നായി പൂർത്തിയാക്കുകയാണെങ്കിൽ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും കാനനൈസേഷൻ നടക്കുന്ന ദിവസം അല്ലെങ്കിൽ കാർലോയിനെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്ന ദിവസം ഞാൻ റോമിലെത്തുമെന്നുള്ളതായിരുന്നു. എൻ്റെ അമ്മയുടെ അന്നത്തെ പ്രാർത്ഥന എൻ്റെ ജീവിതത്തിൽ പിന്നീട് അങ്ങോട്ട് കൂടെ ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് 2 വർഷത്തിന് ശേഷം, അതായത് 2022 കാർലോ അക്യൂട്ടസിൻ്റെ അമ്മയുമായിട്ട് സംസാരിക്കാൻ എനിക്കൊരു അവസരമുണ്ടായിരുന്നു. അന്ന് കാർലോ അക്യൂട്ടസിൻ്റെ അമ്മ കാർലോ അക്യൂട്ടസിനുണ്ടായിരുന്ന ദൈവഭക്തി, വിശ്വാസം, സ്നേഹം എന്നിവ ഉള്ള സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ കാർലോനെ എങ്ങനെ വിശുദ്ധനാക്കി മാറ്റി എന്നൊക്കെ അമ്മ പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയം വളരെയധികം സന്തോഷത്താൽ നിറഞ്ഞിരുന്നു. അന്ന് ആ അമ്മ പറഞ്ഞ വാക്കുകൾ ഒരുപക്ഷെ ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളിലേക്ക് എൻ്റെ മനസ്സിനെ ഒരുക്കിയിട്ടുണ്ടാവണം. അങ്ങനെ ഞാൻ സെപ്റ്റംബർ 6 റോമിലെത്തി. സെപ്റ്റംബർ 7 രാവിലെ 5:30 ഞാൻ താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് സെയിൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിലേക്കുള്ള യാത്ര ആരംഭിച്ചു. ആയിരങ്ങളുടെ ഒപ്പമാണ് ഞാൻ സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് മൂവ് ചെയ്തത്. ദ സിറ്റി ട്രൂലി ഫെൽറ്റ് ഡിഫറെൻറ്റ് ദാറ്റ് മോർണിംഗ്. ആക്ച്വലി എൻ്റെ ഉള്ളിലും എൻ്റെ ചുറ്റുമുള്ളവരുടെ ഉള്ളിലും ഒത്തിരി ആൻറ്റിസിപ്പേഷനും ഒത്തിരി സന്തോഷമുള്ളതുപോലെയൊക്കെ എനിക്ക് തോന്നി. ഞാൻ സെയിൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ശരിക്കും ആലോചിക്കുകയായിരുന്നു, സഭ എന്തിനാണ് ഇങ്ങനൊരു സെറിമണി നടത്തുന്നതെന്ന്.